സ്വാഭാവികമായും വളരെ രാത്രി വൈകിയാവണം ഈശോ ഉറങ്ങാൻ പോയത്. 35-ാമത്തെ വാക്യം ശ്രദ്ധിക്കാനാണ് ഈ ടൈം ടേബിൾ ഞാൻ നിങ്ങളുടെ മുമ്പിലേക്ക് വെച്ചത്. അതിരാവിലെ അവൻ എഴുന്നേറ്റ് പുറത്തിറങ്ങി ഒരു വിജനസ്ഥലത്തേക്ക് പോയി അവിടെ അവൻ പ്രാർത്ഥിച്ചുകൊണ്ടിരുന്നു. സുദീർഘമായ ഒരുപാട് നേരം വൈകി മാത്രം അവസാനിച്ച ഒരു ശുശ്രൂഷയ്ക്ക് ശേഷവും അതിരാവിലെ യേശു എഴുന്നേറ്റ് പ്രാർത്ഥിച്ചു എന്ന് ബൈബിൾ പറയുമ്പോൾ, ദൈവപുത്രൻ പ്രാർത്ഥിച്ചെങ്കിൽ അത് മാതൃകയാണ്, പാഠമാണ്, നമുക്ക് ഒരു മാതൃകയാവാൻ അത് എഴുതപ്പെട്ടതാണ്. ദൈവപുത്രനായ യേശുവിന് പോലും പ്രാർത്ഥന അത്യാവശ്യമായിരുന്നെങ്കിൽ മനുഷ്യരായ നമ്മൾ പ്രാർത്ഥനയില്ലാതെ ജീവിക്കുന്നത് എത്രയോ അനാത്മീയമാണ്, എത്രയോ ദൈവഹിതത്തിനെതിരാണ്. അത് നമ്മുടെ ജീവിതത്തിൻ്റെ അഭിവൃദ്ധിക്ക്, ശരീരത്തിൻ്റെയും മനസ്സിൻ്റെയും ആത്മാവിൻ്റെയും ക്ഷേമത്തിനും സുസ്ഥിതിക്കും എത്രയോ വിഘാതവും തടസ്സവുമാണ് നമ്മുടെ പ്രാർത്ഥനാരാഹിത്യം.